ഇൻസ്റ്റഗ്രാമിൽ ഒരു പരസ്യം കണ്ടിട്ടാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനൊരു ജർമ്മൻ ക്രിസ്മസ് മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ബാംഗ്ലൂരിൽ നടക്കുന്നുണ്ടെന്ന്. ഇത് എല്ലാ കൊല്ലം ഹാപ്പനിങ് ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഞങ്ങൾ ഓൺലൈനാണ് അതിൻ്റെ ടിക്കറ്റ്സ് വാങ്ങിയത്. അവരൊരു ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അങ്ങനെ വാങ്ങിച്ചതായിരുന്നു. സോ ഇതിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ കാണുന്നത് കുറേ ഇങ്ങനെ സ്റ്റോൾസാണ്, ഷോപ്പിങ്ങിനുള്ള സ്റ്റോൾസാണ്. സോ ക്രിസ്മസ് തീമിൻ്റെ മാത്രം സാധനങ്ങൾ പ്രതീക്ഷിച്ചാണ് ഞങ്ങൾ ആക്ച്വലി മെയിനായിട്ടും പോയത്. പക്ഷേ അത് വളരെ കുറവായിരുന്നു. പിന്നെ ഇങ്ങനത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. അവിടെ അപ്പുറത്തൊരു സ്റ്റേജിങ് ഏരിയ ഒക്കെ ഉണ്ട്, അവിടെ ക്രിസ്മസ് ക്യാരൽസ് ഒക്കെ പാടുന്നുണ്ടായിരുന്നു. ആൻഡ് വേറൊരു സെക്ഷനിൽ ഫുൾ ഫുഡിൻ്റെ ഒക്കെ ആയിരുന്നു. ഈ കോട്ടൺ ക്യാൻഡി സ്റ്റാളിൽ പല ഫ്ലേവേഴ്സിൻ്റെ കോട്ടൺ ക്യാൻഡി ഉണ്ടായിരുന്നു. നമ്മൾ സാധാരണ കാണുന്ന മാത്രമല്ല, പല ഫ്ലേവേഴ്സിൻ്റെ ഉണ്ടായിരുന്നു. ധ്രുവ് വാങ്ങിച്ചത് ഒരു ബട്ടർ സ്കോച്ചിൻ്റെ ഫ്ലേവറിൻ്റെ ആയിരുന്നു, വേറെ സ്ട്രോബെറി, ബ്ലൂബെറി, അങ്ങനെ പല ഫ്ലേവേഴ്സ് ഉണ്ടായിരുന്നു അവിടെ. സോ കൃഷ്ണ ഓൾറെഡി റിസർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ലുഫ്താൻസയുടെ കൗണ്ടറിൽ നിന്നാണ് ജർമ്മൻ ഡിഷസൊക്കെ കൂടുതൽ കിട്ടാൻ ചാൻസ് ഉള്ളതെന്ന്. സോ ഇവിടെ ഇങ്ങനെ പ്രെറ്റ്സൽസ് ഇരിക്കണ കണ്ടോ. പിന്നെ അവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയാനായിട്ട് പൊട്ടാറ്റോ പാൻ കേക്ക്സും ദാറ്റ് ഇസ് സെർവ്ഡ് വിത്ത് ആപ്പിൾ പ്യൂരി, അങ്ങനെ എന്തോ ആയിരുന്നു. പിന്നെ അത് ആയിരിക്കണ ബോട്ടിൽ, അതാണ് ആപ്പിൾ പ്യൂരി. പിന്നെ ഉണ്ടായിരുന്ന ഹോട്ട് ഡോഗ്സ്, അതായത് സോസേജസ് ആണ് അവരുടെ മെയിൻ. ജർമ്മനിയിൽ നടക്കുന്ന ക്രിസ്മസ് മാർക്കറ്റിലേക്ക് മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നതിന് സോസേജസ് ആണ്. ഇറ്റ് വാസ് ഫൈൻ. ഞങ്ങൾ ആക്ച്വലി ചോദിച്ചത് കോമ്പിനേഷൻ വിത്ത് കെച്ചപ്പായിരുന്നു. ഞങ്ങൾക്ക് മസ്റ്റേർഡ് കഴിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല, പക്ഷേ ദേ ഗേവ് us മസ്റ്റേർഡ് ഇറ്റ്സെൽഫ്. അതുകൊണ്ട് വലിയ ഇഷ്ടപ്പെട്ടില്ല. എന്നാലും ആ ഒരു ഹൈപ്പിന് അത്ര ഉള്ളവരൊന്നും തോന്നിയില്ല. ഇറ്റ് വാസ് ജസ്റ്റ് ഓക്കെ. പിന്നെ അത് ഈ കാണുന്ന സ്പൈസ്ഡ് ഓറഞ്ച് ജ്യൂസ് അത് കുടിച്ചായിരുന്നു, അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് വാം ജ്യൂസ് എന്നൊക്കെ പറയാം, അതുപോലെയായിരുന്നു അത്. പക്ഷേ ഹോട്ട് ഡോഗിലെ സോസേജ് ഭയങ്കര ചൂടായിരുന്നു, വായിലിട്ടിട്ട് ഭയങ്കരമായിട്ട് പൊള്ളുകയും ചെയ്തു. ഞങ്ങൾ അവിടെ എത്തിയത് ഏകദേശം ഒരു 5:30 ഈവനിങ്ങിൽ, 5:30 സമയത്താണ്. ഇത് സ്റ്റാർട്ട്സ് അറൗണ്ട് 11:30 ഇൻ ദ മോർണിംഗ്. രാത്രി 10 മണി വരെ ഉണ്ട്. പക്ഷെ ഞങ്ങളവിടെ എത്തുമ്പോഴത്തേക്ക് ഞങ്ങൾ ആദ്യം തന്നെ പോയത് ഫുഡ് കൗണ്ടറിലേക്കാണ്, നല്ല വിശന്നായിട്ടാണ് പോയത്. പക്ഷേ അപ്പോഴേക്കും കുറേ കാര്യങ്ങളൊക്കെ ഓൾറെഡി ഫുഡ് ഐറ്റംസ് ഒക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചില കൗണ്ടേഴ്സിൽ വിലയൊക്കെ കേട്ടിട്ട് ഞെട്ടി നിൽക്കുമായിരുന്നു. നമ്മുടെ മലയാളി കൗണ്ടർ വരെ ഉണ്ടായിരുന്നു, അപ്പവും സ്റ്റൂവോ അങ്ങനെ എന്തൊക്കെയോ. അതിന് ഒരു പ്ലേറ്റിന് 650 റുപ്പീസൊക്കെ ആയിരുന്നു. അല്ല, അവിടുത്തെ സ്റ്റോൾ പ്രൈസസും അതേപോലെ ആയിരിക്കും, അതുകൊണ്ടായിരിക്കും അവർ അത്രയൊക്കെ ചാർജ് ചെയ്യണത്. ഞങ്ങൾ പക്ഷേ ഇതെല്ലാം കറങ്ങി കണ്ട് ഷോപ്പിംഗ് ചെറുതായിട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം ഡിന്നർ നോക്കി വന്നപ്പോഴത്തേക്ക് പലതും തീർന്നു. പലതും അല്ല, മെജോറിറ്റി തീർന്നിട്ടുണ്ടായിരുന്നു. ആകെ ഒരു കശ്മീരി പുലാവിൻ്റെ ഒരു സെക്ഷനിൽ മാത്രം കിട്ടി. അത്ര ഗെയിമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് വൈസ് ഞങ്ങൾക്ക് അത്ര അടിപൊളിയായിട്ട് തോന്നിയില്ല. വിചാരിച്ച ഒരു ഹൈപ്പിന് അത്രയും തോന്നിയില്ല.
380. One cranberry. Sir, one combo offer. Cranberry. I have beans, I can ground it for you. Perfect. Is this? Vanilla. Want to see the beans? It will hardly take 2 minutes. സോ ഇവിടെ ഞാൻ മെയിനായിട്ട് എടുത്ത് കാണിച്ചിരിക്കുന്ന കൗണ്ടേഴ്സാണ് ഞങ്ങൾ എന്തെങ്കിലും ചെറുതായിട്ടൊക്കെ വാങ്ങിച്ചിരിക്കുന്ന കൗണ്ടേഴ്സാണ്. മെയിനായിട്ട് ഞങ്ങൾ ക്രിസ്മസ് ട്രീയിലേക്കുള്ള ഓർണമെൻറ്റ്സ് ഒക്കെയാണ് വാങ്ങിച്ചത്. കുറേ ഹാൻഡ് മെയ്ഡ് ഓർണമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഓർണമെൻറ്റ്സ് ഉണ്ടായിരുന്നു. പിന്നെ അത് കൂടാതെ കോഫി പൗഡർ വാങ്ങിച്ചു. ഐറിഷ് കോഫിയും വാനില ഫ്ലേവറിൻ്റെ കോഫിയുടെ ഒക്കെ പൗഡർ വാങ്ങിച്ചു. നല്ല ടേസ്റ്റായിരുന്നു അതിൻ്റെയൊക്കെ. അങ്ങനത്തെ നല്ല ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഞങ്ങൾക്ക് തോന്നിയ കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ എടുത്തുള്ളൂ. പിന്നെ ഇവിടെ കുറച്ച് ആക്ടിവിറ്റി ഏരിയാസ് ഉണ്ടായിരുന്നു. ഇറ്റ്സി ബിറ്റ്സിയുടെ ഒരു വർക്ക്ഷോപ്പ് പോലത്തെ ഒരു ഏരിയ. കുട്ടികൾക്ക് പെയിൻറ്റിങ് ചെയ്യാനായിട്ട്, അതായത് ക്രിസ്മസ് തീമിലെ പെയിൻറ്റിങ്സ് അവർ ക്യാൻവാസിൽ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഔട്ട്ലൈൻ. അപ്പോൾ അതൊക്കെ കളർ ചെയ്യാൻ. പിന്നെ ഇവിടെ വേറൊരു സെക്ഷനിൽ പോട്ടറിയുടെ ഉണ്ടായിരുന്നു. ഞാനും ട്രൈ ചെയ്തു, ധ്രുവും ട്രൈ ചെയ്തു. അങ്ങനെ ഒരു ഇത്തിരി ഫണ്ണായിട്ടുള്ള വർക്ക്ഷോപ്പ് ഏരിയാസും ഉണ്ടായിരുന്നു. നല്ല ഒരു രസമായിരുന്നു ഇതൊക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട്. മോൻ വരച്ചതിൻ്റെ മുകളിൽ കയറി പെയിൻറ്റ് ചെയ്യണം നോക്കി മോൻ്റെ അച്ഛൻ. Oh, sorry. Thanks. Like that. 9019. Location. You pay? Then it's easy. Really? 500. Rupees, yeah. 500, like good. Okay. Why? You? G, whatever. Why UG? Okay. And do the other side. ഡൂഡ്ലിങ് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ പല സ്റ്റോൾസിലും എവിടെയാണ് ഡിന്നർ ഉള്ളതെന്ന് അന്വേഷിച്ച് പോയി. ആൻഡ് ഞങ്ങൾ കഴിക്കാനിരുന്ന സ്ഥലത്ത് ഞങ്ങളുടെ ഓപ്പോസിറ്റിൽ ഒരു കപ്പിൾ വന്നിരിപ്പുണ്ടായിരുന്നു. അവരൊരു മലയാളി കപ്പിളായിരുന്നു. അരുണും ജലനയും. അവരെയും പരിചയപ്പെട്ട് കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നു. എന്തായാലും ഇറ്റ് വാസ് എ വെരി നൈസ് ഈവനിങ്. ആ പറഞ്ഞ ഹൈപ്പിനനുസരിച്ചുള്ള മാർക്കറ്റ് ആയില്ല എന്നുള്ളൂ, പക്ഷേ വി ഹാഡ് എ ഗുഡ് ടൈം. ഒരു നല്ലൊരു ഫാമിലി ടൈം ആയിരുന്നു. അങ്ങനെ ജർമ്മൻ ക്രിസ്മസ് മാർക്കറ്റ് കഴിഞ്ഞു.